ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ പാവക്ക നമ്മൾ നട്ടു, ഇത്രയായി ചെടിയായി. ഇനി ഇത് നല്ലോണം പടരണമെങ്കിൽ ഇതിൻ്റെ കണ്ണിയെല്ലാം മുറിച്ച് കൊടുക്കണം. കണ്ണി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇതിങ്ങനെ മുറിച്ച് കൊടുക്കുക. ഇത് മുറിച്ച് കൊടുത്താൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്താൽ വേഗം വളരണമെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ചെടീൻ്റെ ഈ വള്ളിമേന്ന് ഇങ്ങനെ പൊട്ടി വരുന്ന വള്ളി ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ എന്താവും, വേഗം വളം വലിച്ച് നല്ലോണം പടന്ന് കയറിക്കും. പാവക്കച്ചെടി ഇങ്ങനെ സൈഡ് വരുന്നതെല്ലാം നമ്മൾ എന്താക്കണം, പന്തലിൻ്റെ സൈഡിൽ കൂടെ വരുന്നതെല്ലാം ഇതുവരെ ഈ ചെടിയിലേക്ക് കയറ്റി കൊടുത്താൽ സൈഡ് ഇങ്ങനെ കയറിക്കോളും. പാവക്ക ഇനി ഒരു മാസം കൊണ്ട് ആവും. പൂട്ട് തുടങ്ങി ഇല്ലേ, പൂട്ട് തുടങ്ങി ചെറിയ കായെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു മാസം കൊണ്ട് നമുക്ക് എന്തായാലും വിളവെടുക്കാനാവും. ഇതുപോലത്തെ ചെടിയെല്ലാം നമ്മൾ നേരെ കയറ്റി വിട്ട് കൊടുത്താൽ ഇങ്ങനെ പടക്കാൻ നല്ല സുഖമായിരിക്കും. എന്ന് വെച്ചാൽ ഇതുപോലെ 4 ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ വേഗം പന്തൽ മൂടി കിട്ടും. ഇങ്ങനെ 4 ഭാഗത്തേക്കും ചെടി പോയാൽ ഒരേ ഭാഗത്തേക്ക് കൂട്ടായിട്ട് നിന്നാൽ ചെടി കഴിയില്ല, പടരില്ല. ഇതുപോലെ 4 ഭാഗത്തേക്ക് ആക്കണം. വേണ്ട, കായായി തുടങ്ങി കണ്ടില്ലേ, ചെറിയ പാവക്ക തുടങ്ങി ഒരു 10-15 ദിവസം കൊണ്ട് കായ വിളവെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ചീരയുണ്ട് കേട്ടോ. ചീരയുണ്ട്, എല്ലാം മൊത്തമായിട്ട് ചീര വെച്ചിട്ടുണ്ട്. ചീര നട്ടിട്ടുണ്ട്. ഇതിന് പന്തൽ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചീരേൻ്റെ വിളവെടുപ്പൊന്നുമില്ല. പന്തൽ മൂടിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം കിട്ടാണ്ട് ചീര വലുതാവില്ലല്ലോ. അതുകൊണ്ട് പന്തൽ മൂടുന്നവരെ നമുക്ക് ചീര വിളവെടുക്കാം. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ചീര പറിക്കാം. പിന്നെ ഇതാ ഈ ചെടീൻ്റെ തല ഇങ്ങനെ കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ കാറ്റത്താണ്. ഇവിടെ മഴ പെയ്തിട്ടേ ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് പന്തലെല്ലാം ചെടിയെല്ലാം കാറ്റത്ത് താഴെ കിടക്കുക. മഴയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നം. മഴയായതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ചെടി പഴുക്കുന്നില്ല. വെള്ളം കെട്ടി നിൽക്കാത്തതുകൊണ്ട് ചെടി പഴുക്കുന്നില്ല. ഇല്ലെങ്കിൽ ചെടി പഴുക്കും. പഴുത്ത് പോയാൽ പിന്നെ നമുക്ക് കയറ്റി കൊണ്ടുവരില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കളയെല്ലാം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ 4 ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. ഇത്ര നേരം മഴയായിരുന്നു. ഇതാക്കുക, കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ താഴോട്ടാക്കി കൊടുത്താൽ വേഗം പടന്നോളും. വേഗം പടന്ന് അങ്ങ് കയറിക്കോളും. എൻ്റെ അടുത്തുണ്ടോ, ഇതാ വേറൊരു ഇതിൻ്റെ കൂടി പാവക്ക. ഇതാണ്ടില്ലേ, അങ്ങനെ നമ്മൾ 2 കണ്ട് ഇതിലുണ്ടാവും, സാധനം ഉണ്ടാവും. പിന്നെ ഇത് കണ്ണി മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ണി മുറിക്കുമ്പോൾ നമ്മൾ എന്താക്കണം, ഇങ്ങനെ കുറച്ച് വിട്ട് മുറിക്കണം. വെച്ച് ഇതുപോലെ ഇത് കണ്ണിയാണെങ്കിൽ ഇവിടെ വെച്ച് മുറിക്കണം. എന്നിട്ട് ഇത്ര ഗ്യാപ്പ് ഉണ്ടാവില്ലേ. എന്താ വെച്ചാൽ കേട് വന്നാൽ ഇവിടെ എത്തുമ്പോഴേക്ക് അത് ഉണങ്ങി നമ്മൾ കളയെല്ലാം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ 4 ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. ഇത്ര നേരം മഴയായിരുന്നു. ഇതാക്കുക, കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ താഴോട്ടാക്കി കൊടുത്താൽ വേഗം പടന്നോളും. വേഗം പടന്ന് അങ്ങ് കയറിക്കോളും. എൻ്റെ അടുത്തുണ്ടോ, ഇതാ വേറൊരു ഇതിൻ്റെ കൂടി പാവക്ക. ഇതാണ്ടില്ലേ, അങ്ങനെ നമ്മൾ 2 കണ്ട് ഇതിലുണ്ടാവും, സാധനം ഉണ്ടാവും. പിന്നെ ഇത് കണ്ണി മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ണി മുറിക്കുമ്പോൾ നമ്മൾ എന്താക്കണം, ഇങ്ങനെ
കുറച്ച് വിട്ട് മുറിക്കണം. വെച്ച് ഇതുപോലെ ഇത് കണ്ണിയാണെങ്കിൽ ഇവിടെ വെച്ച് മുറിക്കണം. എന്നിട്ട് ഇത്ര ഗ്യാപ്പ് ഉണ്ടാവില്ലേ. എന്താ വെച്ചാൽ കേട് വന്നാൽ ഇവിടെ എത്തുമ്പോഴേക്ക് അത് ഉണങ്ങി നമ്മുടെ കേട് ഇങ്ങനെ ചെടിക്ക് ബാധിക്കാണ്ട് അങ്ങനെ പോയിക്കോളും. ഇതുപോലെ മേലോട്ട് പോയതല്ല നമ്മൾ താഴോട്ടാക്കി കൊടുത്താൽ വേഗം നമുക്ക് പടക്കും. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ചുരുണ്ട് കൂടി നിൽക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ വേഗം 4 വള്ളിയായില്ല, 4 വള്ളി 4 ഭാഗത്തേക്കാക്കിയിട്ട് അന്നേരം എന്താവും വേഗം നമുക്ക് പടന്ന് പട്ടക്കും. അതിനിടയ്ക്ക് ഇങ്ങനെ തലയും പൊട്ടിപ്പോകും കേട്ടോ. ആ സീനാക്കണ്ട, അത് വേഗം പൊട്ടി വന്നോളൂ. വീണ്ടും പൊട്ടി. ഇതാണ് നമ്മൾ ചെയ്യാം. ചീര ഒന്നും വലുതായിക്കില്ല. ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ ചീര വളം കൊടുക്കാനായി. പിന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളെ 2ാമത്തെ വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. നന്ദി, നമസ്കാരം.